നമസ്കാരം. പണം നമ്മളിലേക്ക് എ മാജിക്കൽ മണി 30 ഡേയ്സ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ 3-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രാവർത്തികമാക്കിയത് മാജിക്കൽ ജാറിനെ പറ്റിയിട്ടാണ് അല്ലെ? എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. മാജിക്കൽ ജാറിൽ നിങ്ങൾ എല്ലാവരും ഇന്നലത്തതും ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്നു എന്നൊക്കെ അറിയുന്നു. സന്തോഷം. അതൊന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് തന്നെ അത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് 30 ഡേയ്സിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യത്തിനെ പറ്റി സംസാരിക്കാം അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ സമ്പത്തിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അത് ഏത് രീതിയിലായിരിക്കണം നമ്മൾ അനുഭവിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ പണം എന്ന് പറയുന്നത് ആക്ച്വലി പണത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിങ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പണത്തെ അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം എളുപ്പത്തിൽ ഒഴുകി വരുന്നതിനായി, അല്ലെങ്കിൽ വരുന്നതായി സങ്കല്പിക്കാൻ, വരുന്നതായി ഇരിക്കുന്ന അവസ്ഥയിൽ അതിനെ അഭിനന്ദിക്കുന്ന തരത്തിൽ നമ്മൾ പെരുമാറുക എന്ന്. ഇത് നൽകുന്ന ഒരു സുരക്ഷിതത്വവും സന്തോഷത്തിന്റെയും അനുഭൂതിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ ഇന്നലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജാറ് നൽകിയപ്പോൾ തന്നെ ഇന്ന് നമ്മൾ നൽകുന്നത് ആ കൃതജ്ഞതയിൽ നിന്നും മാറി, കൃതജ്ഞത അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു, അതായത് നമ്മൾ അതിൻ്റെ അടുത്ത തലമായ കൃതജ്ഞതയിൽ അപ്പുറത്തേക്കുള്ള അപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ഘടകത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ പണത്തെ അഭിനന്ദിക്കുന്ന ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ധ്യാനാവസ്ഥ എന്ന് പറയുന്നത് എവറി ടൈംസ് നമ്മൾ ആ ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ ഉണ്ടാകുക. അപ്പൊ ഇന്നത്തെ ഇതുമായിട്ട് പരിശീലനം നമുക്ക് പണത്തിന്റെയും സമൃദ്ധിയുടെയും സ്വാധീനത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ അനുഭവത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നിങ്ങൾക്ക് പണം എളുപ്പത്തിലും സന്തോഷത്തോടെയും ഒഴുകി വരുന്നതിന്റെ അത് ഊർജവുമായി ബന്ധപ്പെടാൻ ഒരു ധ്യാനം നമുക്ക് ശീലിക്കാം. ഈ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ വൈബ്രേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വൈകാരികമായ അല്ലെങ്കിൽ ഇമോഷണൽ വൈബ് ആണ്. നമ്മുടെ വൈബ്രേഷൻസിന്റെ പ്രധാന കാരണം എന്ന് പറയാലോ. ഇത് സാമ്പത്തിക സമൃദ്ധി സ്വീകരിക്കാൻ തയ്യാറാവുന്ന തരത്തിലേക്ക് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോ നമ്മുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പണത്തെ അഭിനന്ദിക്കുന്നത്. നമ്മുടെ വെൽത്ത് മെഡിറ്റേഷൻ ഒക്കെ നമ്മളിൽ ഒരുപാട് നമ്മൾ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വെൽത്ത് മെഡിറ്റേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത്? പണത്തെ അഭിനന്ദിക്കുന്ന ധ്യാനങ്ങൾ. അപ്പോൾ ഇത് നമ്മളുടെ നിലവിലുള്ള പണത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നിലവിലുള്ള പണം കണക്കാക്കുന്നതിനെ കുറിച്ചുള്ള, ബില്ലുകളെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ആകുലതകളിൽ നിന്ന് മാറി നമുക്ക് ആ ആകുലമായ വൈകാരിക അവസ്ഥ നമുക്കുണ്ടാക്കുന്ന തളർച്ചയിൽ നിന്ന് മാറി പണം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള, സന്തോഷം സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള, സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള, സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ദൃശ്യവൽക്കരണത്തിലൂടെ, അനുഭവിക്കുന്നതിലൂടെ കൂടുതൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് നമ്മുടെ ബോധ മനസ്സിനെയും പ്രപഞ്ചത്തിനും ഒരു ശക്തമായ സൂചന നൽകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പണം അഭിനന്ദിക്കുന്ന ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ പ്രക്രിയയാണ്. ഒരു തരത്തിലുള്ള വലിയ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ വളരെ ലളിതമായ പ്രക്രിയ. ഒന്ന്, ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇരിക്കുക. 5 to 10 minutes നിങ്ങളെ ശല്യപ്പെടുത്താത്ത സുഖകരവും ശാന്തവുമായ ഒരിടത്തിരിക്കുക. നിങ്ങൾക്ക് ഒരു കസേര, തറയിൽ, എവിടെ വേണമെങ്കിലും ഇരുന്നു, എന്ത് സ്ഥലത്ത് വേണമെങ്കിലും, മരത്തിന്റെ അടിയിൽ പോയിരിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷത്തോടെ എടുക്കുക. കൊതുക് കടിയില്ലാതെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തിരിക്കുമ്പോൾ കൊതുക് കിട്ടാവും അല്ലെ? അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നല്ല സുഖമാണ്. അപ്പോ കണ്ണടച്ച്
ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ വന്നവർക്കെല്ലാം അറിയാം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അല്ലെ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. വളരെ ലളിതമാണ്. നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി ഒരുപാട് വലിയ ഇതൊന്നും ചെയ്യേണ്ട. കണ്ണടച്ച് ശ്വാസം എടുക്കുക. മൂക്കിലൂടെയും സാവധാനം ശ്വാസം എടുക്കുകയും വായിലൂടെ സാവധാനം പുറത്തു വിടുകയും ചെയ്യുക. ഇത് ചെയ്തുകൊണ്ട് കുറച്ച് ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് സുഖമായിട്ടൊന്ന് ശ്വാസോച്ഛ്വാസം. അതിനുശേഷം പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതായി ദൃശ്യവൽക്കരിക്കുക. യു ഷുഡ് വിഷ്വലൈസ് മണി ഈസ് ഫ്ലോയിങ് ഇൻ യുവർ ലൈഫ്. അത് പണത്തെ വെറും നോട്ടായി കാണുകയോ നാണയമായി കാണുകയോ ഒന്നും അല്ല വേണ്ടത്, മറിച്ച് ഊർജ്ജസ്വലമായി ഒഴുകുന്ന ഒരു ഊർജമായി സങ്കല്പിക്കുക. ഒരു സ്വർണ്ണപ്രകാശമെന്നോ ശാന്തമായ നദി പോലെയെന്നോ അല്ലെങ്കിൽ തിളങ്ങുന്ന ഏതെങ്കിലും പൊടി, എന്താ പറയാ, മറ്റു അങ്ങനെ ഏത് XYZ എന്തുമായിട്ട് സ്വർണം ഇങ്ങനെ ഒഴുകുന്നു, എങ്ങനെ ആയാലും നിങ്ങളുടേതായ രീതിയിൽ അത് ഒഴുകുന്നതായി സങ്കല്പിക്കുക. ഇനി ആ എനർജി, ആ ഊർജം എല്ലാ ദിശകളിൽ നിന്നും നിങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി 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 വരുന്നതായി സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ജോലിയിൽ നിന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായ ഉറവിടങ്ങളിൽ നിന്നും അവസരങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ഒഴുകി വരാം. അതിനായി നിങ്ങൾ ഒന്ന് തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റും ഉള്ള പല രീതിയിൽ നിന്ന് വരാം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ചുറ്റും സാവധാനം അടിഞ്ഞു കൂടുന്നത് അനുഭവിക്കുക. നിങ്ങളിങ്ങനെ അതിങ്ങനെ നിങ്ങളിലേക്ക് നിറയുന്നതായി അനുഭവിക്കുക. ഇനി മൂന്നാമതായി ചെയ്യേണ്ടത് സമൃദ്ധിയുടെ വികാരങ്ങളെ നിങ്ങൾ അനുഭവിക്കുക എന്നത്. ഇപ്പോൾ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വതന്ത്രമായി ഒഴുകിയെത്തുമ്പോൾ അത് കൊണ്ടുവരുന്ന വികാരങ്ങളെ എന്താണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്, എന്ത് വികാരമാണ് നിങ്ങൾ അവിടെ ആ സമയത്ത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ആ വികാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് കഴിഞ്ഞ് സുരക്ഷിതത്വം അനുഭവിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടല്ലോ എന്ന അറിവിനോടുള്ള മനസ്സമാധാനത്തിനെയാണ് ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അതൊന്ന് അനുഭവിക്കുക. അതിനുശേഷം സ്വാതന്ത്ര്യം അനുഭവിക്കുക. എന്താണ് സ്വാതന്ത്ര്യം? മണി ഫ്രീഡം എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കാനുള്ള, അനുഭവിക്കാനുള്ള, പഠിക്കാനുള്ള, വളരാനുള്ള കഴിവിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതൊന്ന് അനുഭവിക്കുക. മണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുമെന്നാണ് വിദ്യ. അതുപോലെ കൃതജ്ഞതയൊന്ന് അനുഭവിക്കുക, സന്തോഷം അനുഭവിക്കുക. നിങ്ങൾ പ്രിയപ്പെട്ടവരുമൊക്കെ ആയിട്ട് നടക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റും സന്തോഷപൂർവ്വം അനുഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് സൃഷ്ടിക്കുന്ന ഒരു തരം വല്ലാത്തൊരു വൈകാരികമായ ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അതിനെ അങ്ങ് അനുഭവിക്കുക. അത് എപ്പോൾ എങ്ങനെ വരണമെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ സന്തോഷത്തിന് പണമൊത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അനുഭൂതി ഉണ്ടല്ലോ, അതൊന്നാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ വികാരങ്ങൾക്ക് ശ്വാസം എടുക്കുമ്പോഴും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിശബ്ദമായ ഒരു കാര്യം നിങ്ങൾ ആവർത്തിക്കണം. പണം എനിക്ക് എളുപ്പത്തിലും അനായാസമായി ഒഴുകിയെത്തുന്നു എന്നുള്ളത്. ഞാൻ സമൃദ്ധി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാവും. എൻ്റെ ജീവിതത്തിലെ എല്ലാ പണത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ള, അത് എൻ്റെ ജീവിതത്തിൽ വരുന്ന ഏത് തരത്തിലെ പണമായാലും അതിനെയൊക്കെ ഞാൻ അഭിനന്ദനത്തോടു കൂടി സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇത് മറക്കരുത്. ഇനി നിങ്ങൾ പൊതുവെ ആ മെഡിറ്റേഷൻ നിങ്ങൾക്ക് സാവധാനം പുറത്ത് കിടക്കാം. അങ്ങനെ പുറത്ത് എല്ലാ ദിവസവും 10 തൊട്ട് 15 വരെ, 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. യു വിൽ ഹാവ് എൻ അമേസിങ് ചേഞ്ചസ്. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ വൈകാരികമായ ആവൃത്തിയിലേക്ക് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്. പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ പലതരത്തിലുള്ള വികാരങ്ങളും അതിനെയൊക്കെ ആവർത്തിച്ച് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, നമ്മൾ അതിനെ പോസിറ്റീവാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി നിങ്ങളുടെ ഊർജം യോജിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് ഒരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്ന പോലെയാണ്. നമുക്ക് ആവശ്യമുള്ളത് അവിടെ ട്യൂൺ ചെയ്ത് വെച്ചാൽ അത് അവിടെ ഒപ്പം വരുമല്ലോ അല്ലെ. അതുപോലെ ആവശ്യമുള്ളത് ട്യൂൺ ചെയ്ത് വെക്കുക. സമൃദ്ധിയുടെ ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ ആവൃത്തിയുമായി നമ്മൾ ആ ആവൃത്തിയിലുമായി പ്രതിധ്വനിക്കുന്ന കൂടുതൽ സിഗ്നലുകൾ, അതായത് അവസരങ്ങൾ, ആശയങ്ങൾ, യഥാർത്ഥ പണം
ഇവ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായി പറഞ്ഞ എത്രയേ ഉള്ളൂ, കുറച്ച് സമയം മാത്രം നിങ്ങൾക്ക് ഇത് മതിയാകും. ആ അനുഭവത്തെ, ആ വികാരത്തെ നിങ്ങളൊന്ന് ഉൾക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ ഇന്നിത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് എന്ന് കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ചാനൽ വീണ്ടും തുടരുക. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ്. താങ്ക് യു.